ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? എനിക്കൊന്നും വേണ്ട. ആ ബാബുക്കുട്ടനല്ലേ നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ? ഏത് ബാബുക്കുട്ടൻ? ഞങ്ങൾക്കൊരു ബാബുക്കുട്ടനെ അറിയത്തില്ല. ഓ, അപ്പൊ നീയാണല്ലേ ഇതിന്റെ പിന്നില്? ഇവിടെയാണോ നീയൊക്കെ പൊക്കിക്കൊണ്ട് വന്നത്? സാറ് പറഞ്ഞല്ലേ ഞങ്ങൾ ചെയ്തത്. എടാ കഴുതകളെ, ഞാൻ നിനക്കൊക്കെ ഫോട്ടോ അയച്ചു തന്നില്ലടാ. സോറി സാർ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. സാരമില്ല, ഇവക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ. അപ്പോഴേക്കും മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നു. നീ ബാബുക്കുട്ടനൊക്കെ അനുഭവിക്കും കേട്ടോടാ. കിടന്ന് പിടയ്ക്കാതടി. നീ എന്തായാലും ഒരാഴ്ച ഇവിടെ കിടക്ക. നിന്റെ അഹങ്കാരവും ധൈര്യമൊക്കെ ഒന്ന് ചോന്നു പോട്ടെ. ഇവൾക്ക് ഒരു നേരം മാത്രം ഭക്ഷണവും വെള്ളം കൊടുത്താൽ മതി. അടങ്ങിയിരുന്നോളൂ അവിടെ. പെട്ടെന്ന് കെട്ടറാ. ഹലോ ബാബുക്കുട്ടാ. രുദ്ര, നീന്റെ ചാരുനെ. സോറിടാ, നമ്മുടെ പിള്ളേർക്കൊരു അബദ്ധം പറ്റിയത്. പാറുവിന് പകരം ആ ചാരുനെ. രുദ്ര, അവളെ വിട്. അവിടെ എല്ലാവർക്കും എന്നെ സംശയം. അന്വേഷണം എങ്ങനെ നമ്മളിലേക്ക് എത്തിയ എന്റെ പ്ലാൻ മൊത്തം വർക്കൗട്ട് ആകാതെ വരും. ബാബുക്കുട്ട, അന്വേഷണം നിന്നിലേക്കോ എന്നിലേക്കോ വരില്ല. അത് ഞാൻ നോക്കോളാം. അവള് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ. നിന്റെ പെണ്ണിന് അഹങ്കാരത്തിൽ കൂടുതലാ. അറിയാലോ, വള്ളംകളി നടന്നിടത്ത് വെച്ച അവളുടെ ഷോ. രുദ്ര, വേണ്ടടാ, അവളെ വിട്ടേക്ക്. എത്രയോ നാളായിട്ടുള്ള എന്റെ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റും. നോക്കട്ടെ. ഹലോ, ബാബുക്കുട്ടനാ? ഉറപ്പാ? പോലീസുകാർ ശാന്തപ്പനെ ചോദ്യം ചെയ്യുമ്പോ അറിയാം. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല അച്ഛാ. എന്നാലും ശാന്തപ്പ മാമന്റെ കാര്യം ഹാഷിം നോക്കിയോളൂ. ബാബുക്കുട്ടൻ ഇതിൽ ഇൻവോൾവ് ആയിട്ടില്ലെന്നാ ഹാഷിം പറഞ്ഞത്. ആകാശമാൻ എന്താ പറയുന്നേ? അതിപ്പോ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ ഗോവിന്ദമാമ. എന്റെ പിള്ളേർ ഇന്നലെ രാത്രി പഞ്ചായത്ത് മുഴുവനും അരിച്ചു പെറുക്കിയതാ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ബാലമ്മ, എനിക്ക് സംശയം രുദ്രനെയാ. അവൻ ചാരുവായിട്ട് വഴക്കുണ്ടാക്കിയതല്ലേ? കണ്ണിച്ചോരില്ലാത്തവൻ അവൻ. തനി കാട്ടുമൃഗം. പാറു പറഞ്ഞത് ശരിയാ. അവൻ തന്നെയായിരിക്കും ചാരുവിനെ കൊണ്ടുപോയിരിക്കുന്നെ. ചാരുവിനെ അവൻ ഉപദ്രവിക്കുവോ? ഏയ്, ഉപദ്രവിക്കാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അരുതേട്ടാ, നമുക്ക് ഇന്ന് ഇതിനെ കാക്കോത്തിയെ കണ്ടുപിടിക്കാം. കരയില്ലേ പ്ലീസ്. ഏട്ടാ, അരവിന്ദേട്ടാ റിലാക്സ് ചെയ്യ. ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് കണ്ടെത്താം.
എന്റെ കുഞ്ഞിത് അറിഞ്ഞപ്പോ മുതല് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കിയിട്ടില്ല. അമ്മേ കരയല്ലേ? ചേട്ടൻ പറഞ്ഞില്ലേ ശാരു ചേച്ചി ഇന്ന് തന്നെ കണ്ടെത്താന്ന്. എന്റെ മോന് നല്ലൊരു ജീവിതം കിട്ടിയതിന് എന്തിനാ ഈശ്വര ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആകാശവനെ ആ പോലീസുകാരനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ആഹാ, എല്ലാരും കൂടെ ഇവിടെ സഭ കൂടി ഇരുന്നോ? ആ പോലീസുകാരെ എന്നെ ഇടിച്ചു പിടിച്ചും ചോദിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. മാഷേ, എന്റെ മോളെ ഞാൻ എന്തിനാണോ തട്ടിക്കൊണ്ടുപോകുന്നേ? താൻ പറഞ്ഞിട്ട് ആ പോലീസുകാരെന്നെ കൊണ്ടുപോയത്, എന്നിട്ട് എന്റെ മോളെ കിട്ടിയോടോ? പക്ഷെ തന്നോടൊരു കാര്യം ഞാൻ പറയാം, എനിക്ക് എന്റെ മോളെ ഇപ്പൊ കിട്ടണം. അവളെ കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. ഇങ്ങേരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിട്ട് മാഷ് തന്നെ അത് ചെയ്യിപ്പിച്ചതാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്തിനാ ഈ സമയത്ത് ഇങ്ങനൊക്കെ പറയുന്നത്? മിണ്ടായിരിക്കടി. എന്റെ മോന്റെ കല്യാണം മുടങ്ങുമെന്ന് വിചാരിച്ച് ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുമ്പോ അതിനിടയിൽ വന്ന് നാടകം കളിക്കുന്നോടി. നാടകം കളിച്ചോ? ആരെ നാടകം കളിച്ചേ? ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ആരെ കളിച്ചെന്നുള്ളത്. ആരടി നാടകം കളിച്ചേ? ഇനി ഞാനിത് പറഞ്ഞായിരുന്നോ? പറയടി. നിർത്ത്. എടോ ശാന്തപ്പ, ഞാൻ തനിക്കെതിരെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. ഈ കല്യാണം മുടക്കാൻ വേണ്ടി നടക്കായിരുന്നില്ലേ താൻ? അതുകൊണ്ട് തന്നോടൊന്ന് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ചോദിച്ചല്ലോ, അവര് നന്നായിട്ട് എന്നെ എന്നോട് ചോദിച്ചു, എന്നിട്ട് കിട്ടിയില്ലല്ല. എന്റെ മോളെവിടെ പോയി അത് പറ. എല്ലാരും ഒന്ന് നിർത്ത് പ്ലീസ്. കാക്കോത്തിയെ കണ്ടുപിടിക്കാനുള്ള വഴി ആലോചിക്കേണ്ടത്. ഞാൻ കൈലാഷ് സാറിനെ ഒന്ന് വിളിക്കട്ടെ. സാറിന് പോലീസിലെ ഹയർ ഒഫീഷ്യൽസുമായിട്ട് നല്ല ബന്ധം. പ്രിയ, പെട്ടെന്നൊന്ന് വിളിച്ച് പറ. ഞാനിപ്പോ തന്നെ വിളിക്കാം. പിന്നെ കൈലാഷ് സാറിനോട് കോൺഫിഡൻഷ്യൽ ആയിരിക്കണമെന്ന് പറയണം. ശരി. ചേച്ചി കല്ലു വിഷമിക്കണ്ട കേട്ടോ, ചാരുനെ നമ്മൾ കണ്ടെത്തും.